Hey guys, welcome back to our YouTube channel. First thing for you. ക്ഷീണിച്ചാണ് നോമ്പറക്കാനായിരുന്നു 10 മിനിറ്റ് നോമ്പറക്കാൻ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉമ്മ ദുബായ് പോവാണ്. ഏകദേശം 2-3 മാസത്തിന് ദുബായ് പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രി 11 സംതിങ്ങിനാണ് ഫ്ലൈറ്റ്. നമ്മൾ നോമ്പറന്ന് ഒരു 8-8:30 മണിയാകുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോകും. അന്ന് ഇന്നും ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഫുള്ള് സാധനങ്ങളെല്ലാം വാങ്ങണം, ഓരോരോ തിരക്കിലായിരുന്നു. ഒക്കെ കഴിഞ്ഞ് നോമ്പറക്കാൻ ആകെ 10 മിനിറ്റും കൂടെ ഉള്ളൂ. ആകെ ക്ഷീണിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും താഴെ പോയേക്കാം. അവിടെ നോമ്പറക്കാനുള്ള ഓരോ ഒരുക്കങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ഇൻട്രോ എടുത്ത സ്ഥലം കേട്ടോ. ഓക്കെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. എനിക്ക് എന്തായാലും വീഡിയോ കാണുന്നുണ്ട്. എന്നാൽ പിന്നെ അതിൽ സബ്സ്ക്രൈബ് കൂടെ നോക്കിയാൽ പോരെ, പരിപാടി കഴിഞ്ഞില്ലേ? നമുക്ക് എന്തായാലും താഴെ പോവാം. ഓക്കെ, ലൈറ്റ് ഓഫ് ആക്കാം. ഇത് കണ്ടോ, ഇവിടെ ഫുൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തതാണ്. കൊണ്ടുപോകാനുള്ള ഫുൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഒരു ബാഗ് നമ്മൾ ദുബായിൽ നിന്ന് വന്നപ്പോൾ ഉള്ള അതേ ബാഗ് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇവിടെ ലൈറ്റ് ഉണ്ടാവും കേട്ടോ. ഇതാ ദീദിൻ്റെ മോളെല്ലാം വന്നതാണ്. നമ്മൾ എന്തായാലും കിച്ചണിൽ പോയിട്ട് പോണ ആളെ വിശേഷങ്ങൾ ചോദിച്ചു, ഉമ്മാൻ്റെ വിശേഷം ചോദിച്ചത്. ഹായ് ഗൈസ്, ഇതാണെന്ന് പോണ ആള്, ദുബായിലേക്ക് പോണ ആളാണ്. യെസ്, ഇവിടെ ഫുൾ ബിസിയാണ്. പുട്ട്, പൊക്കവട, കുറച്ച് പൊരിച്ച ചിക്കൻ. അതെ, എന്താ പൂവായിട്ട് എന്താ പറയാനുള്ളത്? എന്താ പറയണു, പങ്ങളിപ്പാനൊക്കെ സഹായിക്കുക. ടേബിളിന്റെ മുന്നിൽ എത്തി മാത്രം തിന്നായിരിക്കരുത്. വെള്ളം കലക്കുക. നിങ്ങൾ എത്ര വർഷത്തിന് ശേഷം പോണേ? അതൊക്കെ ചോദിച്ചാ 18 നമ്മൾ ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് പ്രളയം വരുന്നതിന്റെ തലേ ദിവസം ഇവിടെ ലാൻഡ് ചെയ്താണ്. നമ്മൾ 2018 ഫസ്റ്റ് പ്രളയം വന്ന് വെള്ളം പൊങ്ങണ അന്ന് തലേന്ന് നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് ഇവിടെ ലാൻഡ് ചെയ്തത്. അതിനുശേഷം ഞാനൊന്ന് പോയി വന്ന് ഇനിയിപ്പോൾ ഉമ്മ പോവാണ്. ഓക്കെ, നമ്മൾ നോമ്പറക്കണ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഭയങ്കര ക്ഷീണമായതുകൊണ്ട് ഫുൾ ചറപ്പറ ഹറിബറിയായിട്ട് വേഗം തിന്ന് തീർത്ത്. ഇന്ന് പുട്ടും ബീഫ് കറിയും ആയിരുന്നു, പിന്നെ പൊക്കവട, കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം. ഇനി നിസ്കരിക്കണം. ഇപ്പോൾ ഏകദേശം 7:30 ആവാനാണ്. 8 മണി 8:30 ആകുമ്പോഴാണ് ഇറങ്ങണത്. ഓക്കെ, നിസ്കരിക്കണം. താഴെ പാക്ക് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. ഓക്കെ, നിസ്കരിക്കട്ടെ. ഇത് ദുബായ് പൈസ. നമ്മൾ ദുബായിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് പൈസ ബാക്കിയായതിന് നമുക്ക് ഒരു 100 ദിർഹംസ് തന്നെയാണ്. ശൈത്ത് കുറച്ച് പൈസ ബാക്കിയതാണ്. നമുക്ക് നേരെ ഉമ്മാക്ക് കൊടുക്കാം. ഓക്കെ, എത്ര ഉണ്ട് നിൽക്കാറില്ല, ഏകദേശം എത്രയാണ് എനിക്ക് വലിയ കറക്റ്റ് അറിയില്ല. ഉമ്മാക്ക് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ബഡ്ജറ്റ് എയർലൈൻസ് ദുബായ് എയർലൈൻസ് തുടങ്ങിയില്ലേ, ദുബായ് തുടങ്ങിയില്ലേ, അപ്പൊ ഒരു ഇരുമ്പിന്റെ ഒരു ബോക്സ് മാതിരി തകരങ്ങോട്ട് ഒരു ബോക്സ് മാതിരി നമ്മൾ കയറ്റെടുത്തുണ്ടായിരുന്നു. എന്നിട്ട് എന്താ ചെയ്താൽ ഈ പെട്ടി നമ്മുടെ കയ്യിലുള്ള പെട്ടി അതിക്ക് ഇറങ്ങുണ്ടോ നോക്കണം. കൊയങ്ങി. ഒന്നാമത് വീട്ടിലത്തെ വ്ളോഗ് എടുക്കാതെ എന്താ വെച്ചാൽ അവിടെ കുറേ ആൾക്കാരുണ്ട്. മൂത്താപ്പാരും അമ്മായിയാരൊക്കെ ആയിട്ട് ഈ കാറിൻ്റെ ചാവി എടുത്തില്ലല്ലോ. കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടായിട്ട് വ്ളോഗ് എടുക്കാനൊരു സുഖമില്ല. ഈ 30 കിലോൻ്റെ സാധനം അപ്പം ഞാൻ അങ്ങോട്ട് പൊക്കി കൊടുന്നതാണ്. വന്നപ്പോൾ കാറിൻ്റെ ചാവി എടുത്തിട്ടില്ല. ആകെപ്പാടെ തിക്കും തിരക്കും മക്കളെ. ആകെ കബകുബ, ഫുൾ ഒച്ചപ്പാടും പാടും. വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചത്ര ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും കുറച്ച് ലേറ്റായി. എല്ലാ വീഡിയോ നമ്മൾ ലേറ്റായി എന്ന് പറയും. ഏതായാലും നമുക്കിന്ന് എയർപോർട്ടിൽ എത്തി കാണാം. ഓക്കെ, നേരില്ല, ബൈ. നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. വ്ളോഗൊന്നും വലിയ സെറ്റപ്പ് ഉണ്ടാവും തോന്നുന്നില്ല, കാരണം എല്ലാം ഹറി പറയാണ്. പോവാണേ ഗൈസ്, നമ്മളെ മെയിൻ കണ്ടന്റ് പോവാണ്. 2 മാസത്തിനേക്കാരം പോണ്. ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ ഉപ്പ ദീദിയൊക്കെ ഉള്ള വീഡിയോ കാരണം. അപ്പോൾ പോവാ, അടിപൊളിയാക്കാം.
ഓക്കെ സെറ്റാക്കാം. സൂപ്പർ. ഓക്കെ പോയി നല്ല നല്ല കുട്ടിയെ നിൽക്കുക. നേരെ ഓക്കെ, വൈകി ഓക്കെ. എണീക്കണ്ട. എന്തൊക്കെ നമ്മളെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? വ്യൂവേഴ്സിനോടോ ഞങ്ങളെ യൂട്യൂബ് സബ്സ്ക്രൈബ് മിസ് സബ്സ്ക്രൈബ് ചെയ്യും. ചെയ്യുക, ലൈക്ക് ചെയ്യുക, യൂട്യൂബ് മിസ് ചെയ്യും. ഉമ്മ ഈ പറഞ്ഞ പോലെ ഒരു ദുബായ് പ്രാന്തിയാണ് കേട്ടോ. ദുബായ് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, നമ്മൾ ഉപ്പ ഫ്രണ്ടിലുണ്ട്, അമ്മോന് ഫ്രണ്ടിലുണ്ട്. നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ മോൻ്റെ ചാനലൊരു 100K ആക്കാൻ പറയും സബ്സ്ക്രൈബേഴ്സിനോടോ ആ ഞാൻ 100 ഞാൻ അവിടെ അന്ന് അന്തം വിടണം. ഇവിടെ എത്തുമ്പോക്കിനും 100 ഉമ്മ അവിടെ സെലിബ്രേറ്റ് ചെയ്യാന്ന് ചാനല്. ഞങ്ങളെ വകയിൽ കേക്കൊക്കെ മുറിക്കും. ഉപ്പാക്കി പറഞ്ഞ പോലെ ചെറിയ സങ്കടമൊക്കെ കിട്ടോ. എന്താണ് പ്രിയതമ്മ പോയിട്ട് എന്താ പറയാനുള്ളത്? മറ്റേ ഇതില്ലേ, വിൻഡോ സീറ്റ് ആണെങ്കിൽ ബോർഡിംഗ് പാസ് എടുക്കുമ്പോൾ പറഞ്ഞാൽ മതി. ഇപ്പോൾ തരും. നല്ല വിൻഡോ സീറ്റ് വേണമെന്ന് പറയാം, മറക്കരുത്. സാധാരണ നമ്മളെ യാത്രയാക്കലാണ് പോകുമ്പോഴേ. ഓ നമുക്ക് യാത്ര അറിയണം. നിങ്ങൾ പോയിട്ട് കുറെ ദുഃഖം ഞാൻ അനുഭവിച്ച ആളാണ്. ഉമ്മാനോട് ചോദിച്ചേ 3 മാസം ചോദിച്ചു. 36 പോയിരുന്നില്ലേ? ആ 3 മാസം എന്ന് പറഞ്ഞാൽ ഉപ്പാക്ക് ഞാൻ അന്തം വിടും. അപ്പം നിങ്ങൾ 36 പോയിരുന്നില്ലേ? നമ്മ കാര്യമൊന്നല്ല കേട്ടോ, ഇത് തുടക്കുകയാണ്. അയാളെ പോലെ എനിക്ക് കേട്ടോ. പോയിക്കോട്ടെ. ആ ചെന്നൈ പോയിട്ട് പിന്നെ ആ ചെന്നൈ ഓങ്കാത്ത് ചിന്തി ഓക്കെ. ആ ചെന്നൈ പോകും. ഹേയ് ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ഉമ്മ യാത്ര അയക്കാണ്. മമ്മ പോയില്ലേ? അപ്പോൾ 11 മണിക്കാണ് ഫ്ലൈറ്റ്. 11 മണിക്കാണ് ഫ്ലൈറ്റ്. അവിടെ ഏകദേശം ഒരു 3 മണി സംതിങ്ങിന് ഇറങ്ങും. എന്താ പറയുക, ചടപ്പൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ രാവിലെ നീച്ചിക്കാണ് ഉമ്മാന്ന് വിളിച്ചാൽ അമ്മ ഇല്ലല്ലോ, തൽക്കാലത്ത് അമ്മ ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിങ്ങൽ. കുഴപ്പമൊന്നുമില്ല, കുറച്ച് ദിവസം ഉണ്ടാവുള്ള രീതി. പിന്നെ ഞാനും ഉപ്പയും കൂടെ ഇരിക്കും. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്താനൊക്കെ പറഞ്ഞേ. ഇനി ഉപ്പയും ഞാനും ദീദിയും കൂടിയുള്ള വ്ളോഗായിരിക്കും 12 വരിക. ഓക്കെ, നമ്മളൊരു മെയിൻ കണ്ടന്റാണ് നമുക്ക് നഷ്ടമായത്. നമ്മളെ ചാനലിന്റെ ഒരു നടുന്തൂണാണ് നമുക്ക് നഷ്ടമായത്. ഇൻഷാല്ലാ കുഴപ്പമില്ല, ഒരു 3 മാസം കഴിഞ്ഞിട്ട് വരും മെയിൻ കണ്ടന്റ്, മെയിൻ തഗ് കാര്യങ്ങൾ. ഇനി ഉപ്പാന്റെയും ദീദിന്റെയും കൂടിയുള്ള വ്ളോഗ്സ് ആയിരിക്കും വരിക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഉമ്മ വരുമ്പോഴത്തേനും നമുക്ക് പറഞ്ഞ പോലെ 100K ഒന്നും ആഗ്രഹമുണ്ട്, ആവില്ലെങ്കിലും മിനിമം ലെവലിലേക്ക് നമ്മൾ ചാനൽ എത്തിക്കും. പക്ഷെ എന്നാലും ആസ് ഓഫ് നൗ ഐ എം ഹാപ്പി വിത്ത് ഇപ്പോഴത്തെ ചാനലിൻ്റെ കാര്യങ്ങളെല്ലാം. അത്യാവശ്യം നല്ല റെസ്പോൺസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളിന്ന് എയർപോർട്ടിൽ നിന്ന് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഓക്കെ, വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കേ, നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അത് സീനൊന്നുമില്ല, ഉമ്മ ഫ്ലൈറ്റ് കയറി എന്ന് പറഞ്ഞ് വിളിച്ചിന്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു പണിയില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ, ഏതായാലും കിടക്കട്ടെ, ക്ഷീണമുണ്ട്. ഇതിലും അടിപൊളിയായിട്ട് വീഡിയോസ് കാണുന്നത് വരേക്കും. ഓക്കെ, ബൈ.